ഹലോ ഗെയ്സ്, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ കണ്ണപുരം എന്ന് പറയുന്ന സ്ഥലത്ത് അതിമനോഹരമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമുണ്ട്. നമുക്ക് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. അയ്യോത്ത് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. ഈ നല്ല മഴ ആസ്വദിക്കാൻ വേണ്ടി അവിടെ എത്രയാ ചെറുപ്പക്കാർ വന്നിട്ട് നോക്കിയാൽ. ഇപ്പോൾ സമയം വൈകുന്നേരം സന്ധ്യാകാറായി കണ്ടോ. അവിടെ പിന്നെ ചെറു ഭക്ഷണങ്ങളും കഴിക്കുന്ന ഒരു സെറ്റപ്പ് അവിടെയുണ്ട്. അപ്പോൾ അവിടെ പോയി ചായയും കടയിലും കഴിക്കും. അവിടെ ബൂസ്റ്റ്, ചായ, അങ്ങനെ എല്ലാ സാധനങ്ങളുണ്ട്. മനോഹരമായ ചില നാടൻ ഗ്രാമീണ കാഴ്ചകൾ. ഇങ്ങനെ ഗ്രാമീണ കാഴ്ചകൾ ഇപ്പം നമ്മുടെ നാട്ടിൽ എവിടെ അന്യം നിന്ന് പോകുന്നു. തോടിനടുത്ത് അങ്ങനെ ഇതൊന്നുമില്ല. പ്രകൃതിക്ക് ഇണങ്ങിയ ഒരു രീതിയിലുള്ള ചില നിർമ്മാണങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ. നമ്മളെ പയ്യാമ്പലം ബീച്ചോ ഇതൊന്നല്ല, അതിനേക്കാൾ ബമ്പിച്ച് ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമായി ഈ അയ്യോത്ത് തോട് മാറിയിട്ടുണ്ട്. അയ്യോത്ത് തോടും കഴിയും അതിൻ്റെ പ്രദേശം കാണാൻ വളരെ മനോഹരമാണ്. ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അവിടെ സ്കിപ്പ് ചെയ്ത് പോകരുത്. അവിടെ ചെറിയൊരു ഭക്ഷണശാലയുണ്ട്. ചായപ്പിടിയാണോ എന്ന് പറയാം. ബൂസ്റ്റ്, ഹോർലിക്സ്, ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. പരിപ്പൂട മറ്റു കടികളിലുണ്ട്. നമുക്ക് ടൂറിസ്റ്റ് അത്യാവശ്യം വിശക്കാതിരിക്കാൻ കഴിയാൻ എല്ലാ സംവിധാനങ്ങളും ഇവിടെയുണ്ട്. ഇവിടെ കുറച്ച് സമയം ചിലവഴിക്കുന്നതിൽ മനസ്സിന് ഒരു വലിയൊരു ശാന്തതയും സമാധാനവും സന്തോഷവും ലഭിക്കുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ചെറുപ്പക്കാരിങ്ങനെ നല്ല ഒഴുക്കാണ്. സമാധാനം തിളക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു പ്രത്യേകത. ഇതിന് ചുറ്റും വെള്ളമാണെന്ന് നിങ്ങൾ ആലോചിക്കണം. ചുറ്റും തോടും വെള്ളം. എന്താ ഒരു പശു അതിൻ്റെ യജമാനെ കാത്ത് നിൽക്കുന്നു. അന്നേരം ഇത് പശു കരയുമ്പോൾ അങ്ങ് ദൂരെ നിന്ന് മറ്റൊരു പശുവും കരയുന്നുണ്ട്. അപ്പോൾ നേരെ ഇനി നമ്മൾ ഈ പാലത്തിലേക്ക് കിടക്കുന്ന ഭാഗത്തേക്ക് പോകുന്നു. അപ്പോൾ ഏവരിതാ എന്താന്ന് ഭംഗി. ഇനി ഞാൻ വാക്കുകളില്ല, ഇനി നിങ്ങളിത് കണ്ടാൽ മതി. വാക്കുകൾ പറഞ്ഞ് ഇതിൻ്റെ ഭംഗി കളയാതിരിക്കുന്നത് നല്ലത്. പാലാതിൻ്റെ സെൻറ്റർ ബൈക്കായി എന്തുമാത്രം ചെറുപ്പക്കാരാണ് ഇവിടെ വൈകുന്നേരം എത്തുന്നത്. സ്ത്രീകളും കുട്ടികളും ചെറിയ ടീനേജ് കോളേജുമാരികളൊക്കെ ഇഷ്ടം പോലെ ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഒരു മഴ ആസ്വദിക്കാൻ വേണ്ടി ഈ മഴ പെയ്ത് ഇപ്രാവശ്യം നേരത്തെ മഴ പെയ്ത് തോട് നിറഞ്ഞു. ഇനിയും തോട് നിറയും. ഇനി അടുത്ത് തോട് നിറഞ്ഞ് ഞാൻ ഒന്നുകൂടെ ഇവിടെ വീഡിയോ പിടിക്കുന്നുണ്ട്. മനോഹരം. ഇത്ര മനോഹരമായ പ്രദേശം നമ്മുടെ നാട്ടിൽ വേറില്ല എന്നില്ല. ശരിക്കുള്ള ഗ്രാമീണ ഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അന്യം നിന്ന് പോവുകയാണ്. എന്താ മനോഹരിത. ഇനിയും ധാരാളം കാഴ്ചകൾ ഇവിടെ കാണാനുണ്ട്. ഇതിൻ്റെ അപ്പുറത്തെ ഭാഗത്തേക്ക് ഞാൻ പോയില്ല. ആ വീഡിയോ ഞാൻ അടുത്തൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്നതിന് സമയം കിട്ടിയില്ല. ഇപ്പം ഞാൻ വിവരണം പണിത് ഇവിടെ കാറും ഇത് വലിയ വാഹനങ്ങളും ബൈക്കും എല്ലായിടത്തിലും ഒരുപാട് ആളുകൾ. ഇവിടെയാണ് ഈ പാലം കഴിഞ്ഞാലാണ് അവിടെ നമുക്കൊന്ന് ലഘുഭക്ഷണങ്ങൾ കഴിക്കാനുള്ളൊരു സംവിധാനം കടയൊക്കെ ഉണ്ട്. ശരിക്കും ഒരു ടൂറിസം എങ്ങനെയാണ്. വലിയ വാഹനങ്ങളുടെ അടുത്തേക്ക് ആളുകൾ ഇങ്ങനെ വന്നു. കുറേ സമയമായി ഇവരൊക്കെ വന്നിട്ട്. ഇവിടെ ഇരിക്കാൻ നല്ലൊരു ഈ പാർക്കെല്ലാം പോലത്തെ ബെഞ്ചുണ്ട്. വെള്ളത്തിൻ്റെ ഇടയ്ക്കാണ് ഈ കട. അവിടെ നിന്ന് ചായയൊക്കെ കഴിക്കാൻ നല്ല ഒരു മനസ്സിനൊരു പ്രത്യേക സുഖം. എന്നാൽ ചുറ്റിലും വെള്ളമാണ്. അവിടെ വേറൊരു സാധാരണ നിർമ്മിതി മറ്റൊരു 2 മുറി പീടികകൾ മാത്രമേ ഇല്ലൂ. അത് ചുറ്റിലും വെള്ളം. ഇവിടുന്ന് ഇരുന്നൊരു ചായ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം തന്നെയാണ്. കാരണം ഹോർലിക്സ്, ബൂസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പരിപാടി ഒരുപാട് തരം കളിയുണ്ട്. ഇവിടെ നല്ല തിരക്കുമാണ്. നിങ്ങളുടെ ഈ ഒന്ന് മാത്രമേ ഇവിടെ ഉള്ളൂ. കൂടുതലായി ഇന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി സമയം കിട്ടിയില്ല. അടുത്തൊരു ദിവസം ഇതിന് ഫുൾ വീഡിയോ ഞാൻ ഇറക്കുന്നതായിരിക്കും. മുട്ട ഓംലെറ്റ് അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. ഈ ഭക്ഷണത്തില്ല ഇവിടെ നിന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം. ഇനി നാളെയും കൂടെ എനിക്കൊന്ന് അവിടെ പോകണമെന്നുണ്ട്.
നാളെ ഞാൻ വീഡിയോ എടുക്കാനില്ലെങ്കിൽ ഒന്നുകൂടെ പോയി അവിടെ ഒരു അരമണിക്കൂർ ഇരുന്ന് ഇവിടുന്ന് 1-2 ചായയിലും കഴിച്ചിട്ട് ഞാൻ നാളെ വരുന്നുണ്ട്. എന്ത് മഴയായാലും മഴയത്താണ് ഇവിടെ പോകാൻ രസം. ഈ മഴയത്താണ് ഇവിടെ നല്ല മഴ പെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഇത്രയും ചെറുപ്പക്കാർ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക്, പിന്നെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും